നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആദ്യം തന്നെ ഞാൻ ഇന്നലത്തെ വിശേഷങ്ങൾ പറയാട്ടോ. ഇന്നലെ നമ്മൾ ഭഗവാന് ഒരു തിലകം സമ്മാനിച്ചിരുന്നല്ലോ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്ന് അറിയാനായിട്ട് കുറേ പേര് വിഷ്ണുവിൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തുമ്പോഴേക്കും കുറച്ച് താമസിച്ചിരുന്നു, കാരണം എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഭഗവാൻ അതെല്ലാം കണ്ടറിഞ്ഞ പോലെയാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇന്നലെ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പന്തീരടിയൊക്കെ കുറച്ച് താമസിച്ചിട്ടായിരുന്നു. ഞങ്ങൾ ഭഗവതി കെട്ടിലൂടെ കയറുന്ന സമയത്താണ് പന്തീരടി കഴിഞ്ഞിട്ട് നട തുറക്കണേ. അപ്പം ഞങ്ങൾ ആ കൃത്യസമയത്ത് ഭഗവാൻ അവിടെ എത്തിച്ചു, അങ്ങനെ വേണം പറയാനായിട്ട്. അങ്ങനെ കൊടിമരത്തിനടുത്ത് കൂടെ ആ ഗേറ്റിനകത്ത് കയറി നിന്നു. പക്ഷെ ആ സമയത്ത് നെയ്വിളക്കിൻ്റെ ക്യൂവും ആ ടോക്കണിൻ്റെ ക്യൂ ഒക്കെ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നാലമ്പലത്തിനകത്തേക്ക് നല്ല തിരക്കുള്ള ക്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വേണ്ട, അത് തിരക്ക് ഒഴിഞ്ഞിട്ട് കയറാമെന്ന്. വിഷ്ണുവിന് നല്ല തിരക്കുണ്ടായിരുന്നു, വേഗം കയറണം എന്ന് പറഞ്ഞിട്ട് തിടുക്കം കൂട്ടുണ്ടായിരുന്നു. പക്ഷെ തിരക്ക് കാരണം അവിടുത്തെ കാവലമ്മമാരും പറഞ്ഞു ആ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് അവസാനം കയറാമെന്ന്. ഗുരുവായൂരപ്പനും പറഞ്ഞു എന്ന് തോന്നുന്നു, കാരണം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പതുക്കെ കയറിയാൽ മതി നിങ്ങളെന്ന്. അങ്ങനെ ആ തിരക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും വേഗം തൊഴുതു മാറാനായിട്ട് പറയുന്നുണ്ട്, കാരണം ഉച്ചപൂജയുടെ നേദ്യം ആവുന്ന ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു സങ്കടം. ഞങ്ങൾ വന്ന സമയം തെറ്റിപ്പോയോ, കാരണം ആകെ തിരക്ക്, ഒരു ഹറിബറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനിയിത് ഈ സമയത്ത് ചാർത്താനായിട്ട് സാധിക്കില്ലേ എന്നുള്ളൊരു സങ്കടത്തിൽ വേഗം അങ്ങനെ മേൽശാന്തിരിക്കുന്ന ഭാഗത്തേക്ക് എത്തി നോക്കിയപ്പോഴാണ് അവിടെ ശ്രീനാഥ് ഓദിക്കനാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹം പഴയ മേൽശാന്തിയാണ്, ഞങ്ങൾക്കും വ്യക്തിപരമായിട്ട് അടുത്തറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. വേഗം ചെന്നിട്ട് തിലകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ചാർത്തി കാണിക്കാനായിട്ട് അദ്ദേഹം മുൻപിൽ നടന്നു, ഞങ്ങളോട് പുറകെ വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും സോപാന പടിക്കൽ നിന്നു. അദ്ദേഹം നാലമ്പലത്തിന് ശ്രീലകത്തേക്ക് കയറി. അപ്പോൾ ഭഗവാന്റെ അലങ്കാരങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ശിരസിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ ചാർത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തിലകം ഭഗവാന്റെ ആ നെറ്റിയിൽ ചാർത്തിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു, കാണാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷം നിറഞ്ഞ ആ ഒരു നിമിഷമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ഒപ്പം, നമ്മുടെ കൂടെ, ഞങ്ങൾക്ക് കൂട്ടായിട്ട് വഴികാട്ടിയായിട്ട് നടക്കുന്ന എല്ലാവർക്കും, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ സന്തോഷം ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പങ്കുവച്ചിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ദാമോദര മാസം ആരംഭമാണ്. അപ്പോൾ നമുക്ക് ദാമോദര മാസത്തെക്കുറിച്ചും കുറച്ചൊക്കെ പറയണമല്ലോ, കുറച്ചൊക്കെ സംസാരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ദാമോദര മാസത്തെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ ദാമോദര മാസം തുടങ്ങുകയാണ്. കാർത്തിക മാസം എന്ന് പറയാറുണ്ട് കേട്ടോ. നവംബർ 5-ാം തീയതി വരെയാണ്. ഇന്നലെ പൗർണമി ആയിരുന്നല്ലോ, ശരത്കാല പൗർണമി എന്നാ പറയാം. അമൃതാണ് ചന്ദ്രൻ വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വെളുത്തവാവ് വരെ അതാണ് കണക്ക്, അതാണ് ദാമോദര മാസം. അപ്പോൾ ഈ പൗർണമി ദിവസം, അതായത് ഇന്നലെ വൃന്ദാവനത്തിലൊക്കെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പുറത്ത് വെക്കൂത്രേ. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ആ ഒരു ചന്ദ്രൻ അമൃത് വർഷിക്കുന്നല്ലേ പറയുക. അപ്പോൾ ആ ഒരു അമൃതായിട്ടാണ് പിന്നീട് പിറ്റത്തെ ദിവസം ആ ഒരു വെള്ളത്തെ നമ്മളെല്ലാവരും കാണേണ്ടത്. എന്നിട്ട് അത് കുടിക്കും. അപ്പോൾ അമൃത് കുടിച്ച ഫലമാണ് അത്ര ലഭിക്കുക. അങ്ങനെ വൃന്ദാവനത്തിലുള്ളവർ ചെയ്യുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലുള്ളവർ അങ്ങനെ ചെയ്യാറില്ല. രാവിലെ എണീറ്റിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കും, കാരണം കിണറും തുറന്ന് കിടക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ചന്ദ്രൻ്റെ ആ ഒരു അമൃതവർഷിണി അല്ലെങ്കിൽ അമൃത് വർഷിച്ചിട്ടുള്ള ആ ഒരു ജലമാണ് കുടിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു ചിന്ത സങ്കല്പങ്ങളുണ്ട്, അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ദാമോദര മാസം അത്രയും ഒരു പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരു മാസമാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദാമോദരൻ, അതായത് ദാമം കൊണ്ട്, ദാമം എന്ന് പറഞ്ഞ കയറാണ് കേട്ടോ, ഉദരത്തിൽ കെട്ടിട്ടവൻ. ആരെ കെട്ടിയിട്ടേ? കണ്ണനെ. യശോദാമയാണ് കേട്ടോ കെട്ടിയിട്ടത്. നമ്മുടെ കണ്ണൻ കുറുമ്പ് കാണിച്ചപ്പോൾ ഉരലിൻ്റെ മേലെ ഭഗവാനെ കയറുകൊണ്ട് കെട്ടിയിട്ടു. അപ്പോൾ അത് നടന്നിട്ടുള്ള ഒരു മാസം, അതാണ് ദാമോദര മാസത്തിൻ്റെ പ്രത്യേകത. ഭഗവാനെ ദാമോദരനായിട്ടാണ് നമ്മളെല്ലാവരും ആരാധിക്കേണ്ടത്. പിന്നെ ഒരുപാട് വേറെയും പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ മാസത്തിന്. നളകൂപര മണിഗ്രീവന്മാർക്ക് ശാപമോക്ഷം നൽകിയിട്ടുള്ള ഒരു മാസമാണ്. അത് ദാമോദരനായിട്ടാണ്. ആ വൃക്ഷങ്ങളായിട്ടാണല്ലോ ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൃക്ഷത്തിന് നടുവിലൂടെ കയറിയിട്ട് അതിനെ മറിച്ചിട്ടു. അപ്പോൾ അങ്ങനെ ആ വൃക്ഷങ്ങൾക്ക് ശാപമോക്ഷം നൽകിയിട്ടുള്ളൊരു മാസമാണ്.
പിന്നെ അത് കൂടാതെ ഭഗവാൻ മത്സ്യാവതാരമായിട്ടും കൂർമാവതാരമായിട്ടും അതേപോലെ തന്നെ പാലാഴിയിൽ നിന്ന് അമൃത് കടഞ്ഞെടുത്തിട്ട് ധന്വന്തരിയായിട്ടൊക്കെ അവതരിച്ചിട്ടുള്ള ഓരോ ദിവസങ്ങൾ ഈ ദാമോദര മാസത്തിലാണ്. പിന്നെ ഭഗവാൻ ആദ്യമായിട്ട് പൈക്കളെ മേയ്ക്കാനായിട്ട് പോയത് ദാമോദര മാസത്തിലാണത്രേ. മോഹിനി രൂപത്തിൽ വന്നതും പിന്നെ ഈ ഗോവർദ്ധന പർവ്വതം 7 പകലുകളും 7 രാത്രിയുമൊക്കെ ഉയർത്തിപ്പിടിച്ചതും അങ്ങനെ ഒരുപാട് ബാലലീലകൾ നിറഞ്ഞ മാസമാണ് ദാമോദര മാസം. പിന്നെ രാധാറാണിയുടെ മാസം എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ ഭഗവാന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മാസമാണ്. അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ എന്ത് പുണ്യകർമ്മം ചെയ്താലും അതിന് 10 മടങ്ങ് ഫലം ലഭിക്കും എന്ന് പറയും. കാരണം ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഒരു മാസമാണല്ലോ. ഭഗവാന്റെ ബാലലീലകൾ ഭഗവാൻ നിറഞ്ഞാടിയിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ ഈ ഒരു മാസം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ആചാരങ്ങൾ, കുറേ ചിന്തകൾ, അതിനെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ. രാവിലെ സൂര്യോദയത്തിന് മുൻപായിട്ട് എണീക്കുക, എന്നിട്ട് കുളിക്കുക. അപ്പോൾ പുണ്യനദികളിൽ സ്നാനം ചെയ്ത ആ ഒരു ഫലം ലഭിക്കുന്നു. പിന്നെ തുളസി പൂജ ചെയ്യാം, തുളസി പ്രദക്ഷിണം ചെയ്യാം, തീർത്ഥാടനങ്ങൾ നടത്താം. പിന്നെ ദാമോദരാഷ്ടകം ചൊല്ലിയിട്ട് ഭഗവാനെ ആരതി ഒഴിയാം, ഭഗവത്ഗീത വായിക്കാം. ഭഗവത്ഗീത ഈ ഒരു മാസം വായിച്ചു കഴിഞ്ഞാൽ 18 പുരാണങ്ങൾ വായിച്ച ആ ഒരു ഫലം ലഭിക്കും. അങ്ങനെ ഒരുപാട് ഫലം ലഭിക്കുന്ന 10 മടങ്ങ് ഫലം ലഭിക്കുന്ന ഏത് പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലം ലഭിക്കുന്ന ഒരു മാസമാണ് പറയുക ദാമോദര മാസം. അപ്പോൾ ഭഗവാനെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്തർക്കും ഈ ഒരു മാസത്തിലൂടെ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കട്ടെ. അതിനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അതാണ് ദാമോദര മാസത്തെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇന്നലെ ഒരു ക്ഷേത്ര ദർശനം കൂടെ ഉണ്ടായിരുന്നു. ധന്വന്തരി ക്ഷേത്രം, നെല്ലിവായ് ധന്വന്തരി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെയും കൂടെ ദർശനം നടത്താനായിട്ട് സാധിച്ചു. ധന്വന്തരിയായിട്ട് അവതരിച്ച ഒരു മാസം കൂടിയാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്നലെ ധന്വന്തരി ക്ഷേത്രത്തിലെ ദർശനം നടത്താനുള്ള ഒരു ഭാഗ്യം കൂടെ സിദ്ധിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ദീപാരാധനയ്ക്ക് ശേഷമാണ് കേട്ടോ പിന്നെയും തൊഴാനായിട്ട് വന്നത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള വിശേഷങ്ങളും കൂടെ ഇനി ഞാൻ അടുത്തായിട്ട് പറയാൻ പോവാണ്. ഭഗവാന്റെ അലങ്കാരത്തെക്കുറിച്ചും. ഇന്നലെ ഭഗവാൻ ഊഞ്ഞാലിലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്ത് ചാർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും എന്തൊരു ഭംഗിയായിരുന്നു അറിയോ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. അത്രയും സുന്ദരിയും സുന്ദരനും ഒക്കെ ആയിട്ടാണ് ഭഗവതി അമ്മേനെയും അയ്യപ്പനെയൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രത്യേക വിശേഷപ്പെട്ട അലങ്കാരം തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതെല്ലാം പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ശ്രീലകത്ത് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിലിരുന്നിട്ട് ആടി കളിക്കാം. ഭഗവാന്റെ ബാലലീലകൾ തന്നെയാണ് കേട്ടോ. ഒരു കുഞ്ഞുണ്ണിയാണല്ലോ, 2 വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയ കുട്ടീനെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് യശോദാമ്മ. എന്ത് സുന്ദരനാണെന്നറിയോ ഭഗവാന്റെ മുഖമൊക്കെ കാണാൻ. നല്ല ഭംഗിയിൽ കേട്ടോ. ഗോപി തിലകം ഒക്കെ ചാർത്തിയിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്നലെ 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. ഒരെണ്ണം വെള്ളയും ചുവപ്പുമായിരുന്നു, അതായത് നന്ദ്യാർവട്ടപ്പൂക്കളും തെച്ചിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു. രണ്ടാമത്തേതിൽ 3 നിറം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളയുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്. അതായത് നന്ദ്യാർവട്ടമുണ്ട്, തുളസിയുണ്ട്, തെച്ചിയുണ്ട്. അങ്ങനെ 2 തിരുമുടിമാലകളായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു തടിച്ചുരുണ്ട ഉണ്ടമാല ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുള്ള ഒരു മാലയായിരുന്നു. നിറയെ നന്ദ്യാർവട്ടപ്പൂക്കളുടെ ഇടയിലെ പിന്നെ കുത്തുകുത്തുകൾ പോലെ തെച്ചിപ്പൂക്കൾ കൊണ്ട് കോർത്തിട്ട് അത് മുഴുവനായിട്ടും അങ്ങനെയായിരുന്നു. താഴേക്ക് എത്തുമ്പോൾ മാത്രമാണ് കുറച്ച് തുളസി കോർത്തിരിക്കുന്നത്. അതിന് നടുക്കാണ് ഊഞ്ഞാലിരുന്നിട്ട് നമ്മുടെ ഭഗവാൻ ആടിനുണ്ടായിരുന്നത് കേട്ടോ. പുനിയൻ കിരീടമൊക്കെ അണിഞ്ഞിട്ട് നെറ്റിയിൽ തിലകം ചാർത്തി കാതുപൂക്കളൊക്കെ വെച്ച് നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. നല്ല സന്തോഷവാനായിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഭഗവാൻ. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് 2 കൈ കൊണ്ടും ആ ഊഞ്ഞാൽ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അരയിലെ പൊന്നോടക്കുള്ളി ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ. കിങ്ങിണിയൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ നല്ല കസവിൻ്റെ ഉടയാടയാണ് ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നത്. നല്ല തിളക്കണ്ടായിരുന്നു കേട്ടോ. സ്വർണ്ണ തിളക്കത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത്. ആഭരണങ്ങളും അങ്ങനെ തന്നെ. ആ കുഞ്ഞി കാലുകളൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. ആ ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാല് കുറച്ച് ഉയർത്തിയിട്ട് ഒരു കാല് ഇങ്ങനെ താഴെയായിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ആ കാല് തന്നെ ചാർത്തിയിരിക്കണേ. ആ കുഞ്ഞി കാലുകളിൽ തളകളും അണിഞ്ഞിട്ടുണ്ട്. നല്ല വീതിയുള്ള കസവിൻ്റെ തളകളാണ്. അപ്പം നമ്മൾ ദൂരെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ നല്ല തിളക്കാണ് ശ്രീലകത്ത്. തിളങ്ങി വിളങ്ങി ഊഞ്ഞാലാടുക നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം, ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പനെ നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഗണപതിയെ കാണാനായിട്ട് പോകുക കേട്ടോ. ഗണപതി ഇന്നലെ നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. ഒരു ചുവന്ന പട്ടുടയാടെയാണ്, അരയിൽ ഒരു മഞ്ഞ പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട്.
നല്ല ഭംഗിയിലെ മുഖച്ചാർത്തൊക്കെ ഉണ്ട് കേട്ടോ. തുമ്പിക്ക് മുകളിലായിട്ട് തുമ്പി ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്ന ഭാഗത്ത് ഒരു വലിയ സ്വർണ്ണ പൊട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ മാലകളൊന്നുമില്ല, ആ ഭാഗത്ത് സ്വർണ്ണ പൊട്ടുകൾ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കണത്. നെറ്റിയിൽ ഒരു കുഞ്ഞു സ്വർണ്ണപ്പൊട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കിരീടം അലങ്കരിച്ച് തുടങ്ങിയിരിക്കുക. ചന്ദനം കൊണ്ടും ചുവന്ന പട്ടുകൊണ്ടും ആ വെള്ള നൂല് കൊണ്ടൊക്കെ ഇങ്ങനെ തട്ടുകളായിട്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത്. പൊട്ടിന് മുകളിലായിട്ട് ചെറിയൊരു ഭാഗം ഒരു വി ഷേപ്പിൽ ഒരു പ്രത്യേക അലങ്കാരം, ഒരു വെളുത്ത നിറത്തിലൊരു അലങ്കാരം ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഗംഭീരമായിട്ടാണ്, നല്ല രസമുണ്ട് ഇന്നലത്തെ ഗണപതിയുടെ അലങ്കാരം കാണാനായിട്ട്. ആഭരണങ്ങളൊന്നും അധികം ഇല്ലെങ്കിലും ആ ചാർത്തിയത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് ഗണപതി ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും ഗണപതിയുടെ രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി നേരെ ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, സുന്ദരിക്കുട്ടിയായിരുന്നു കേട്ടോ ഇന്നലെയും ഭഗവതി അമ്മ. ഒരു പച്ച നിറത്തിൽ നല്ല ചന്തമുള്ള പച്ചയാണ്, ഒരു പട്ടാണ്, ഒരു പാവാട പോലെ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. അതിൽ നിറയെ സ്വർണ്ണ കസവുകളൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. കസവുകളാണ്, അതായത് ഭൂരിഭാഗവും പച്ച നിറമാണ്, അരികിലൊക്കെയാണ് ഇങ്ങനെ കസവുകൾ പിടിപ്പിച്ചിരിക്കണേ. അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇന്നലെ ദീപാരാധനയ്ക്കൊക്കെ ശേഷമാണ് ഞങ്ങൾ തൊഴുതതേ. അപ്പം അതുകൊണ്ട് തന്നെ ആ ദീപത്തിൻ്റെ ആ ഒരു ശോഭയിൽ നല്ല ഭംഗിയിൽ കാണാനുണ്ടായിരുന്നു ഭഗവതി അമ്മേനെ കേട്ടോ. രണ്ട് കൈകളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, തോൾവളകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൈവളകൾ കുപ്പിവളകൾ പോലെയാണ് കേട്ടോ തോന്നുന്നത്. സ്വർണ്ണ നിറമായിരുന്നില്ല, ഏകദേശം ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു പട്ടുകൊണ്ടൊക്കെ വെച്ചിരിക്കണേ. അപ്പോൾ നല്ല ഭംഗിയിൽ വളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു മുല്ലമൊട്ട് മാലയുണ്ട്, പിന്നെ ഒരു പാലക്ക മാലയുണ്ട്. ആ പച്ചയ്ക്ക് മാച്ചായിട്ട് അണിയാന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഒരു പാലക്ക മാല അണിഞ്ഞിട്ട് നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട്, ചുണ്ടൊക്കെ ചുവന്ന നിറത്തിലാണ് കേട്ടോ. നല്ല സുന്ദരിയാണ്, മുഖമൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. കാതിൽ പൂക്കളൊക്കെ വെച്ചിട്ട് കാതിന് മുകളിലും വെച്ചിട്ടുണ്ട്. നെറ്റിയിലൊരു പൊട്ടൊക്കെ വെച്ചിട്ട് ഭഗവതി അമ്മയുടെ ഒരു കിരീടം, നല്ല ഭംഗിയിൽ ഒരു സുന്ദരിക്കുട്ടിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചാർത്തിയതാണെങ്കിലും ആഭരണങ്ങളാണെങ്കിലും അലങ്കാരങ്ങളും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം അത്രയും സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയുടെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതി അമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ. അയ്യപ്പനും നല്ല ഗംഭീര അലങ്കാരത്തോട് കൂടിയിട്ടാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെയാണ്. ഒരു കാലിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്, ഇടത്തേ കാല്, വലത്തേ കാലിങ്ങനെ താഴേക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരു വെളുത്ത നിറത്തിലാണ് പട്ടിഞ്ഞൊറിഞ്ഞെടുത്തിരിക്കുന്നത്. അരയിലൊരു ചുവന്ന പട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ ഒരു ഭാഗം മുന്നിലേക്കുണ്ട്. പിന്നെ ഒരു ചുവന്ന നിറത്തിൽ നല്ല തിളക്കമുള്ള ഉത്തിരിയും കൂടെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇന്നലെ ഉടയാട ഉണ്ടായിരുന്നത്. അരയിൽ നല്ല കിങ്ങിണിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല തിളങ്ങുന്നത്. രണ്ട് മാല ഇട്ടിട്ടുണ്ട്, ഒരു പാലക്ക മാല ഉണ്ട്, പിന്നെ ഒരു ചുവന്ന നൂലിൽ ഒരു വലിയ ലോക്കറ്റ്, ഒരു സ്വർണ്ണപ്പൂ ഒട്ടിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും അതേപോലെ രണ്ട് മാലകളുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. ചുവന്ന പട്ടുകൊണ്ടും അതുപോലെ സ്വർണ്ണ നിറത്തിലും വെള്ള നിറത്തിലൊക്കെയാണ് ആ അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് തോളിലും രണ്ട് സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പുഞ്ചിരിച്ചിട്ട് അയ്യപ്പൻ ഇരിക്കുന്ന കാതിൽ പൂക്കളൊക്കെ വെച്ചിട്ട് നെറ്റിയിലും പൂ വെച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ കിരീടം കൂടെ അണിഞ്ഞിട്ട് അങ്ങനെ വലിയൊരു ഒരു ഒരു ചക്രവർത്തിയുടെ പോലെ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ സിംഹാസനത്തിൽ ഒരു രാജാവിൻ്റെ പോലെ ഇരിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവാന്റെ മധുരാപ്രവേശമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു അലക്കുകാരനെ കണ്ടു. അവരെ കയ്യിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ അണിഞ്ഞു. തുന്നൽക്കാരനെ കണ്ടു, കൃത്യമായി അണിയിച്ചു കൊടുത്തു. മാലക്കാരനെ കണ്ടു, മാലകളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പിന്നെയും നടന്നുകൊണ്ട് പോകുന്നത്. പുറകെ അനേകം പേര് കൂടിയിട്ടുണ്ട് ഭഗവാനെ ജയ് വിളിച്ചിട്ട്. അങ്ങനെ അടുത്തതായിട്ട് ആരെയാണ് ഭഗവാൻ സുന്ദരി എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുബ്ജയാണ്. ഒരു കൂനുള്ള ഒരു സ്ത്രീയാണ്, ത്രിവക്ര എന്നൊക്കെയാണ് അവരുടെ പേര്. 3 വളവുകളുണ്ട് അത്ര അവർക്ക്. അപ്പം അതിങ്ങനെ കുനിഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ സുന്ദരി എന്ന് വിളിച്ചു. അപ്പോൾ ഈ കുബ്ജ വിചാരിച്ചു തന്നെ ഒന്നും ആവില്ല വിളിക്കണം, തന്നെ തൻ്റെ അമ്മ പോലും അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ആവില്ല എന്ന് വിചാരിച്ചിട്ട് അവരത് കേൾക്കാത്ത പോലെ നടന്നു. അപ്പോൾ പിന്നെയും വിളിച്ചു പുറകുന്ന്. തിരിഞ്ഞു നോക്കിയിട്ട് ഈ കുബ്ജ പറഞ്ഞു സുന്ദരാന്ന് വിളിച്ചു. അത് വല്ലാതെ ഭഗവാനോട് ഇഷ്ടമായിട്ടോ, നല്ല ഇഷ്ടമായി. അപ്പോൾ എന്താ കയ്യിലെന്ന് ചോദിച്ചു ഈ കുബ്ജയുടെ. അപ്പോൾ അത് കുറിക്കൂട്ടുകളായിരുന്നു. കംസന് കൊണ്ടുപോകാനുള്ള പ്രത്യേക കുറിക്കൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അതെനിക്ക് തരുമെന്ന് ചോദിച്ചു. എന്താ വിഷമം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാനെ അതായത് ഇനിയിപ്പോൾ നല്ല വേഷങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, അതേപോലെ മാലകളും ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ കുറച്ച് ചായം പൂശാനും കൂടെ ഉണ്ടല്ലോ. അപ്പം അത് കുബ്ജ ചെയ്ത് കൊടുക്കുകയാണ്. പട്ടിനൊത്ത പൊട്ട്, ഭഗവാന് മഞ്ഞപ്പൊട്ടാണല്ലോ, അപ്പോൾ മഞ്ഞ പൊട്ട് തൊട്ട് കൊടുത്തു.
അപ്പോൾ രാമേട്ടൻ്റെ നീലപ്പട്ടാണ്, അപ്പോൾ നീലപ്പൊട്ട് തൊട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് അത്രേ നമ്മളിപ്പോൾ മേച്ചിനൊക്കെ പൊട്ടൊക്കെ അണിയുമല്ലോ, അത് ആദ്യം തുടങ്ങി വെച്ചത് ഈ കുബ്ജയാണെന്ന്. അപ്പോൾ കുബ്ജയുടെ കയ്യിലുള്ള ആ കുറിക്കൂട്ടുകളാണ് ഇപ്പോഴും ഭഗവാന്റെ കളഭാട്ടത്തിന് മാത്രമല്ല എല്ലാ ദിവസവും കളഭം ഉണ്ടാക്കുന്ന സമയത്ത് ആ കുറിക്കൂട്ടുകളാണെന്ന് അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളതെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കുബ്ജയാണ് അത്രേ കണ്ടുപിടിച്ചത്. അങ്ങനെ ഈ കുറിക്കൂട്ടുകൾ ഭഗവാന് കൊടുത്തു. ഭഗവാനെ അതൊക്കെ ഉപയോഗിച്ചിട്ട് ആ പൊട്ടുകളൊക്കെ കുത്തിയിട്ട് അലങ്കരിച്ചു. നല്ല ഇഷ്ടമായി. അപ്പൊ ഇത്രയും ഉപകാരങ്ങൾ ചെയ്തു തന്ന ആ കുബ്ജയെ അനുഗ്രഹിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. താൻ എന്താ അവളെ വിളിച്ചത്, സുന്ദരി എന്നല്ലേ, അപ്പൊ പിന്നെ സുന്ദരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ സുന്ദരിയാക്കാൻ പോവുകയാണ്. കാലിങ്ങനെ ചവിട്ടി പിടിച്ചു ഇത്രേ. എന്നിട്ട് നിവർത്താൻ പോവുകയാണ് ഈ കൂനെ. അപ്പൊ പറഞ്ഞു അതെ ഞാൻ ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പോണത്, കുറച്ച് വേദനയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ സീതാമാവ് പറഞ്ഞു അതെ പച്ച നിറത്തിലേക്ക് നോക്കിയാൽ മതിയെന്നും. അപ്പൊ വേദനിക്കില്ല. നമ്മളിങ്ങനെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ, പല്ലൊക്കെ പറിക്കുന്ന സമയത്ത് പച്ച ഇലയിലേക്ക് നോക്കുക, അപ്പോൾ വേദനിക്കില്ല എന്നൊക്കെ പറയും. ഭഗവാൻ എങ്ങനെ മുന്നിലെ മരതൊക്കെ പച്ചയായിട്ട് നിൽക്കല്ലേ, ഭഗവാനെ തന്നെ നോക്കി നിന്നു നീ കുബ്ജ. ഭഗവാൻ എന്താ ചെയ്തതെന്നറിയോ, കുബ്ജയുടെ കാലിൽ ചവിട്ടി പിടിച്ചിട്ട് താടിക്ക് ഒരു തട്ട കൊടുത്തു. ആ കൂനെല്ലാം മാറിയിട്ട് നിവർന്ന് സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് മാറി ഈ കുബ്ജ. പിന്നെ നാട്ടുകാർക്ക് ഇതിൽ പരം ആ ഒരു ബോധ്യം വരാൻ ഇനി ഒന്നുമില്ലല്ലോ. അവർക്ക് അതിശയായി, എന്തൊക്കെയാ ഭഗവാൻ ഇവിടെ കാട്ടിക്കൂട്ടണേ. കുബ്ജയ്ക്ക് വലിയ സന്തോഷമായി. ഇനിയിപ്പോൾ എന്തായാലും കംസന്റെ അടുത്തേക്കൊന്നും പോകുന്നും വേണ്ട, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് ഭഗവാനും കൂടെ കൊണ്ടുപോകുക എന്ന് വിചാരിക്കണേ. ഭഗവാന്റെ ഉത്തരീയത്തിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ് അത്രയും, എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഭഗവാൻ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചുറ്റും നോക്കുക. അപ്പോൾ രാമേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ വിടു വിടു വിടു, എന്തായി കാണിക്കുന്നത്, ഇപ്പോഴൊന്നും എനിക്ക് വരാൻ പറ്റില്ല, നിന്റെ ആഗ്രഹം ഞാൻ വേറൊരു ദിവസം സാധിച്ചു തരാം, ഇപ്പം എന്നെ വിടൂ വിടൂ എന്ന് പറഞ്ഞിട്ട് വിടിയിപ്പിക്കുക. അപ്പോൾ രാമേട്ടനും നോക്കുന്നുണ്ട്. വൃന്ദാവനത്തിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഗോപികമാരുടെ പിന്നാലെ ഗോപികമാരും ഭഗവാന്റെ പുറകെ ആയിട്ട്. അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഇത് തന്നെ അവസ്ഥ, എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് രാമേട്ടൻ ഭഗവാനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അങ്ങനെ കുബ്ജയോട് പറഞ്ഞു നിന്റെ ആഗ്രഹം വേറൊരു ദിവസം സാധിപ്പിച്ചു തരാം, ഇപ്പം എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്ന് പോരുകയാണ്. അപ്പോൾ ആ കുബ്ജയെ സുന്ദരിയാക്കി ഭഗവാൻ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഒരു അമ്പലം കണ്ടത്. അവിടെ പൂജിക്കുന്നത് ഈ വില്ലാണേ, ശാപപൂജ നടത്തുന്ന സ്ഥലമാണ്, ആ അമ്പലമാണത്. അങ്ങനെ ഭഗവാൻ അവിടേക്ക് പോകുകയാണ്. അപ്പോൾ അവിടെ കാവൽക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അവർ പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ വില്ലാണ് പ്രതിഷ്ഠ. അതായത് അവിടുത്തെ ഭഗവാൻ വില്ലാണ്, വില്ല് തന്നെ വളഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ നാട്ടുകാർ വളയാതിരിക്കുമോ. അപ്പോൾ എന്തായാലും അതൊന്ന് പോയിട്ട് നിവർത്താം എന്ന് വിചാരിച്ചു ഭഗവാൻ അങ്ങോട്ടേക്ക് കയറാൻ നിൽക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് കയറുകയാണെങ്കിൽ കുറച്ച് ദൂരമൊക്കെ നമുക്ക് കയറാൻ സാധിക്കും. പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാർ തടഞ്ഞു, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ അതൊന്നും ശ്രദ്ധിക്കണില്ല, കേട്ടതായിട്ട് ഭാവം നടിക്കണില്ല. വേഗം കയറി ആ വില്ല് അങ്ങോട്ട് എടുത്തു, അത് അങ്ങോട്ട് നിവർത്തി. ആ വളഞ്ഞ വില്ല് നിവർത്തി കഴിഞ്ഞാൽ അത് ഒടിയൂലോ, അത് ഒടിഞ്ഞു, 2 കഷ്ണമായി. അങ്ങനെ എല്ലാവർക്കും ദേഷ്യം വന്നു. കംസൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ, കാവൽക്കാർ എന്താ ചെയ്യുക, ഭഗവാനെ പിടിക്കാനായിട്ട് വന്നു. ഭഗവാൻ എന്ത് ചെയ്തു, ഈ ഒടിഞ്ഞ 2 കഷ്ണങ്ങളിൽ ഒന്ന് ഭഗവാൻ പിടിച്ചു, ഒന്ന് രാമേട്ടനും കൊടുത്തു. രണ്ടുപേരും കൂടെ ഈ ആക്രമിക്കാൻ വന്നവരെയൊക്കെ തല്ലി ഓടിച്ചു തുടങ്ങിയിട്ടോ. ചിലരുടെയൊക്കെ കഥ അവിടെ തന്നെ കഴിഞ്ഞു. ചിലരൊക്കെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു, കംസന്റെ അടുത്ത് വിവരം പറഞ്ഞു. ഈ ഓടിച്ചെന്നവരൊക്കെ കംസന്റെ അടുത്ത് പോയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ദേ ഭഗവാൻ വന്ന്, കൃഷ്ണൻ വന്നിട്ടുണ്ട്, വില്ലൊടിച്ചു, നടന്ന കാര്യങ്ങളെല്ലാം, അതായത് ഭഗവാൻ അവിടെ കാല് കുത്തിയിട്ട് അതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കംസന്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോഴേക്കും ഏകദേശം സന്ധ്യയൊക്കെ ആയി. അങ്ങനെ ഭഗവാൻ തിരികെ ഉപവനത്തിൽ നന്ദഗോപരുടെ അടുത്ത് ഗോപാലകുട്ടികളുണ്ട്, അവിടെ വന്നിരുന്നു. അവർ കൊണ്ടുവന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. യശോദാമ്മ ഉരുളകളൊക്കെ ആക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കഴിച്ചു. അവരവിടെ കിടന്ന് ഉറങ്ങാണ്. ഇപ്പം സാധാരണ ദിവസങ്ങളിൽ ഓരോ ഗോപസ്ത്രീകളുടെ ഗൃഹത്തിലായിരിക്കുമല്ലോ. അപ്പം ഇന്ന് ആരുമില്ല, ഇന്ന് ശ്രീധാമാവാണ്, മധുമംഗളനൊക്കെയാണ് കൂടെ. കാരണം ഇവരൊക്കെയാണ് ആ ഗോപസ്ത്രീകളെ വീട്ടിൽ നിന്ന് ചാടിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതേ. അപ്പം അവരെ കൂടെയാണ് ഇന്ന് കിടന്നുറങ്ങണത്. ഭഗവാൻ പറയുന്നുണ്ട്, അവരൊക്കെ നമ്മളെ ഓർക്കുന്നുണ്ടാവൂലേ എന്നിങ്ങനെ പറഞ്ഞ് ഓരോരോ ചിന്തകൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരന്ന് അവിടെ ഉറങ്ങാണ്. അങ്ങനെ കംസനെ പേടിയായി തുടങ്ങി. കാരണം വില്ലൊടിച്ചു എന്ന് വന്ന് പറഞ്ഞു, ഈ വില്ലൊടിച്ച് കഴിഞ്ഞാൽ താൻ മരണപ്പെടും, ആ വില്ലൊടിക്കുന്ന ആൾ തന്നെ വധിക്കുമെന്ന് പരശുരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരശുരാമൻ നൽകിയ 3 വില്ലുകളും ഒടിച്ചു കേട്ടോ. 2 ശ്രീരാമനാണ് ഒടിച്ചത്, ഒന്ന് ത്രയംബകം, പിന്നെ ഒന്ന് പരശുരാമനെ നടന്നു വരുന്ന വഴിക്ക് കണ്ടപ്പോൾ അതായത് എൻ്റെ അമ്പ് ഒരിക്കലും ലക്ഷ്യം ഭേദിക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് വില്ലൊടിച്ചു. 3ാമത്തേത് ശ്രീകൃഷ്ണൻ ഒടിച്ചു.
അപ്പോൾ പിന്നെ ഇനി എന്തൊക്കെയാണ് ചെയ്യുക? കംസനാകെ പേടിയായി. വേഗം സഭയൊക്കെ വിളിച്ചു വരുത്തി കുവലയ ആ പീഠത്തിനെ ആ ഗോപുരത്തിൻ്റെ ആ ഭാഗത്തായിട്ട്, ഗോപുരത്തിൻ്റെ കവാടം ഉണ്ടല്ലോ അവിടെ നിർത്തി ഭഗവാനെ വധിക്കാനായിട്ട്. മല്ലന്മാരെയും സജ്ജീകരിച്ചു, എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. എന്നിട്ട് പെരുമ്പറ മുഴക്കി. പെരുമ്പറ മുഴക്കുമല്ലോ യുദ്ധമൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു ശബ്ദം കേട്ടിട്ടാണ്, ആ ഒരു പെരുമ്പറ കേട്ടിട്ടാണ് പിറ്റത്തെ ദിവസം ഭഗവാൻ എണീക്കുന്നത്. സാധാരണ യശോദാമ്മയൊക്കെയാണ് ഉണർത്തുക. പക്ഷെ അന്ന് ഈ പെരുമ്പറ, കംസൻ്റെ പെരുമ്പറ കൊട്ട് കേട്ടിട്ടാണ് ഭഗവാൻ എണീക്കുക. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നാളത്തെ ഭാഗത്ത് പറയാട്ടോ. ഇന്ന് നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം 3,07,129 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ നാമജപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ദാമോദര മാസം എല്ലാവർക്കും നന്നായിട്ട് ആചരിക്കാനായിട്ട്, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ടുള്ള ആ ഒരു അനുഗ്രഹം കൂടെ ഭഗവാൻ എല്ലാവർക്കും നൽകട്ടെ. പിന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പിന്നെ കഥയുടെ ബാക്കി ഭാഗവും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.